നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് കന്നിക്കൂറിലാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ കന്യായാം പരദേശക എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശുക്ര ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീചസ്ഥിതയെ രിപുനി പീഡനതോ അന്യദേശയാനെന്ന് പറയുന്നൊരു യോഗം കൂടിയുണ്ട്. അപ്പോൾ നീചത്തിലാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്യദേശയാനം, വിദേശത്ത് പോവുക അല്ലെ മറ്റു സ്ഥലത്ത് നിന്നിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണുള്ളത്. അതേപോലെ നിപുണായോഗമുണ്ട്. ലഗ്നാധിപതി സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അത് കാരണം നല്ല ദൈവാധീനമുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ 10 രൂപ കൈ കിട്ടിയാൽ 20 രൂപ ചിലവ് വരാൻ യോഗമുണ്ട്. അത് ശ്രദ്ധിക്കണം. അതേപോലെ ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങളുണ്ട്. പ്രബലമായ ശത്രുദോഷമുണ്ട്. അപ്പോൾ ശത്രുദോഷ പരിഹാരം, നാഗദോഷ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം കണ്ടകശനി ദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കൂടിയുണ്ട്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉയർച്ച, രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ്. ഇപ്പോൾ സാമ്പത്തികമായ നല്ല വർധനവ്, തൊഴിലിൽ സ്ഥാനക്കയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് തുലാക്കൂറാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപതി ലഗ്നാൽ 12 നീചത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് അഭിവൃദ്ധി, ഉയർച്ചയും ഗുണവുമില്ല. അത് ഉള്ള തൊഴിൽ നിർത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട ഒരവസ്ഥയാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വിദേശ യോഗം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. 10ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഭാഗ്യാധിപതിയും കർമ്മസ്ഥാനത്താണ്. അവിടെ തന്നെ നിപുണായോഗമുണ്ട്. ഗവൺമെൻറ് ജോലി കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ യോഗമുണ്ട്. അതേപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. പക്ഷേ ഇത്തിരി ഒരു വ്യാഴപ്പഴമുണ്ട്. ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തായത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, കാലുവേദന പോലുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യാൻ നല്ല പ്രാർത്ഥനയുണ്ടാകും. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് വൃത്തിസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ പോലും ദേവീക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന കൂടി ഉണ്ടായാൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.